ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ ഇവരല്ലേ കൃത്യമായിട്ടുള്ള തെളിവുകളില്ല. എന്റെ സാർ എന്തിനാണ് ഈ പ്രഹസനം? അല്ല എനിക്ക് മനസ്സിലാവണില്ല. ഈ നസീറിനെ കൊന്നു കൊഴിച്ചു മൂടി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലായല്ലോ. ഈ വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ സാറേ എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. സാറിന് മനസ്സിലായല്ലോ. എനിക്ക് വേറെ പരിപാടിയുണ്ട്. വിഷ്ണുട്ടാ, സംഭവ സ്ഥലത്ത് നിന്ന് ബോഡി ആരോ നീക്കം ചെയ്തിരിക്കുകയാണ്. പിന്നെ അവിടെ സംശയാസ്പദമായി കണ്ട 2 പേർ, അതുപോലെ ജീപ്പ്. ഈ 3 കാര്യങ്ങൾക്കാണ് ഞങ്ങൾക്ക് ഉത്തരം വേണ്ടത്. ഈ 3 കാര്യങ്ങളിൽ ഒരേ ഒരു കാര്യത്തിന് എനിക്ക് സാർ ഉത്തരം തരാൻ പറ്റുള്ളൂ. എന്റെ ജീപ്പ് അത് ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയതാണ്. മനസ്സിലായ? അപ്പൊ അത് എടുത്തോണ്ട് പോയതായിരിക്കും ഈ ബോഡി മാറ്റിയിട്ടുണ്ടാവുക. അങ്ങനെ ആയിരിക്കല്ലോ. നസീറിനെ കൊന്നത് ആരെന്ന ചോദ്യത്തിന് വിഷ്ണുവിന് ഉത്തരം ഉണ്ടാവില്ല, സമ്മതിച്ചു. പക്ഷേ സംശയം ചെന്ന് നിൽക്കുന്നത് വിഷ്ണുവിന്റെ ഫാദർ ഇൻ ലോയില്ല. അറിയോ? ഫാദർ ഇൻ ലോയെ രക്ഷിക്കേണ്ട കടമ വിഷ്ണുവിനുണ്ട് താനും. അങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോ നിങ്ങൾ എന്തൊക്കെയാ പറയണേ? ഇപ്പൊ ഞാനാണ് നസീറിനെ കൊന്നതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നേ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇതിലെവിടെയെങ്കിലും വിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ അതെന്തിന് എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. എന്റെ പൊന്ന് സാറേ, നസീർ എന്ന് പറയുന്നത് ഭൂലോക ഫ്രോഡും ഈ ഡ്രഗ് അഡിക്റ്റും ആയിരുന്നു. ആ ചെക്കനാണ് ഈ ലോകം മുഴുവൻ ശത്രുക്കളാണ്. അപ്പൊ അവരാരെങ്കിലും എനിക്ക് തീർത്തിട്ടുണ്ടാവുക. അല്ല, സാർ അവനോട് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സാർ അവനോട് സംസാരിച്ചു നോക്കണം. ദേ, സാറിന് അവനോട് യാതൊരു വൈരാഗ്യയിലും അവന്റെ മുഖത്തൊരെണ്ണം പൊട്ടിക്കാൻ തോന്നും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരുത്തരെ തഞ്ചത്തിൽ കിട്ടിയ ആരാ സാറെ തീർക്കാത്തെ? അങ്ങനെ പെടുമരണം വാങ്ങിച്ചു കൂട്ടിയതായിരിക്കും. അതെ, അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ആ പെടുമരണം ഏത് രീതിയിൽ അവന് കിട്ടിയെന്നറിഞ്ഞാ ഞങ്ങളും ഹാപ്പിയായി വിഷ്ണു. അപ്പൊ ഞാൻ ഹാപ്പി ആവില്ലല്ലോ സാറേ. അതെ, നിങ്ങളിപ്പോ ഈ കൊലപാതകം എന്റെ തലയിൽ വെക്കാനാണ് ഈ ശ്രമം നടത്തുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞ വണ്ടി മോഷണ കഥയൊന്നും നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല എന്നർത്ഥം. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ക്രൈം അങ്ങോട്ട് നടത്തി, എന്നിട്ട് ക്രൈം ചെയ്യാൻ ഉപയോഗിച്ച വാഹനം എന്താ പറയാ മോഷണം പോയി അങ്ങോട്ട് പറയണു. എന്നിട്ട് ഇതൊക്കെ ഒളിച്ചു വെച്ചിട്ട് നമ്മുടെ നായകൻ വിജയിക്കണു. എന്റെ സാർ, അതൊക്കെ സിനിമയിലേ നടക്കുള്ളൂ, ജീവിതത്തിൽ നടക്കില്ല. അല്ല, നടത്താൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ. എന്റെ പൊന്ന് സാറേ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഇത് എന്തൊരു നിങ്ങൾ തെളിയിക്കാൻ പറ്റിയ നിങ്ങൾ തെളിയിക്ക്. നസീർ മരിച്ച അന്ന് വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിൽ ചെന്നിരുന്നു അല്ലേ? നസീർ മരിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞേ? നസീറിന്റെ ബോഡി കിട്ടാത്ത സ്ഥിതിക്ക് നസീർ മരിച്ചു നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കണേ? നസീർ അവന്റെ ബാപ്പയെ വിളിച്ച് സംസാരിച്ചതിൽ നിന്നും അവൻ കുടുംബശ്രീ ശാരദയുടെ വീട്ടിലുണ്ടായിരുന്നു. എന്റെ പൊന്നു സാറേ, അതും ഫോണിലാണല്ലോ പറഞ്ഞേ അല്ലേ? എന്നപ്പോ ഞാൻ ഒരു കാര്യം പറയാം. അവപ്പോ ഗോവയിലുണ്ട്. ഗോവയിലെന്ന് ഞാൻ പറയാം. ഗോവയിൽ നിന്ന് അവന്റെ ഫോൺ കോൾ അവന്റെ ശബ്ദത്തിൽ വന്നാ പോരെ? എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ച് അവനെ ഗോവയിൽ പോവോ? ഇതെന്താണിത്? വിഷ്ണു അല്ല ചോദ്യം ചെയ്യേണ്ടത്, ഞങ്ങളാണ് വിഷ്ണുവിനെ ചോദ്യം ചെയ്യേണ്ടത്. സാറേ, വ്യക്തമായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചും ചോദ്യങ്ങൾ വരും സാറേ. അതിൽ ബുദ്ധിമുട്ട് തോന്നിട്ട് ഒരു കാര്യമില്ല. വേലായുധന്റെ മൊഴിയിൽ വേലായുധൻ ഒരു കൊലപാതകത്തിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ആ കൊലപാതകം ഈ നസീറിന്റെതല്ലേ? എന്റെ പൊന്ന് സാറേ, അത് വേലായുധനോടല്ലേ ചോദിക്കുക? ഇത് ചുമ്മാ എന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എനിക്ക് എന്നെ കഷ്ടം തോന്നുക. നിങ്ങൾ ഇവരല്ലേ കൃത്യമായിട്ടുള്ള തെളിവുകളില്ല. എന്റെ സാറേ, എന്തിനാണ് ഈ പ്രഹസനം? അല്ല എനിക്ക് മനസ്സിലാവണില്ല. ഈ നസീറിനെ കൊന്നു കൊഴിച്ചു മൂടി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലായല്ലോ. ഈ വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ സാറേ എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. സാറിന് മനസ്സിലായല്ലോ. എനിക്ക് വേറെ പരിപാടിയുണ്ട്. വിഷ്ണുട്ടാ, എന്താ ഇതൊക്കെ? പിന്നെ ഇത് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ചുമ്മാ ഒരു വരി എന്തോ ആന്ന് വെച്ചാ ഇതെന്താ വെള്ളരിക്ക പറ്റണ? വേറെ മനുഷ്യന്റെ സമയം കളയാനായിട്ട്. വിഷ്ണുട്ടാ, മാഡം, മാഡത്തിന്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ചത്. അയാളുടെ ഷോയൊക്കെ അയാളുടെ കയ്യിലിരിക്കേ ഉള്ളൂ.
പോലീസിന്റെ നേരെ എടുക്കരുതെന്ന് പറയണം. ഹലോ സർ. ആ കാഹളം കുമാരൻ എന്നൊരാൾ ഒരു പൊതു താല്പര്യ ഹർജി കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. പരുത്തിക്കുന്നിലെ കുടിയേറ്റമാണ് വിഷയം. അതിന്റെ നിജസ്ഥിതി അറിയണം. നീർക്കോലി അടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന അവസ്ഥയിലായി ഇപ്പോഴത്തെ സർക്കാർ. ഇലക്ഷനൊക്കെ വരികയല്ലേ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാ അത് ഗവൺമെന്റിനെ ബാധിക്കും. ഞാൻ പറയുന്നതിന്റെ ഗൗരവം ശാലിനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. മനസ്സിലാവുന്നുണ്ട് സർ. രാഷ്ട്രീയ മേലാളന്മാർക്ക് ഇപ്പൊ തന്നെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ ഇതിന്റെ കൂടെ ഈ ഒരു കാർഡ് കൂടി ഇയാളുടെ രൂപത്തിലെത്തിയാൽ അവർക്ക് പിന്നെ സ്വസ്ഥത ഉണ്ടാവില്ല. അത് തലവേദനയായി തീരുന്നത് നമുക്കാണ്. ഈ കേസ് മുളയിലെ അങ്ങ് നുള്ളിയാൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമ്മുടെ തടിയെ കൊള്ളാതെ കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റിയേക്കും. ഈ പരുത്തിക്കുന്ന് ശരിക്കും പുറമ്പോക്ക് ഭൂമി തന്നെയാണോ സർ? അല്ലെന്ന് പറയുന്നത് കാഹളം കുമാരനാ. അയാളുടെ കയ്യിൽ അതിനുള്ള രേഖകളും ഉണ്ട്. പിന്നെ എന്തെങ്കിലും തെളിവില്ലാതെ ഇറങ്ങിപ്പുറപ്പെടുന്ന ആളല്ലേ ഈ കുമാരൻ. പണ്ട് പത്രം ഉണ്ടായിരുന്നപ്പോ കിട്ടിയിരുന്ന അടിയുടെ ചൂടാ അയാളെ ഇപ്പോഴും ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഒറ്റയ്ക്ക് നിന്ന് പോരാടും. മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദാക്ഷൻ സാറിന്റെ മുഖ്യ ശത്രുവായിരുന്നു. അരവിന്ദാക്ഷൻ സാറിനെതിരെ അന്ന് ശബ്ദിച്ചിരുന്നത് പ്രതിപക്ഷമല്ലായിരുന്നു, ഈ കുമാരനായിരുന്നു. ചുരുക്കത്തില് ചെറിയ തലവേദന സാർ എനിക്ക് തന്നു അല്ലേ സർ? ചില ശബ്ദങ്ങൾ നമുക്ക് കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെക്കാനാവില്ല. അത് പറഞ്ഞു കേട്ടിട്ടില്ലേ? ചിലർക്ക് വളർത്താനായിരിക്കും, മറ്റു ചിലർക്ക് കൊല്ലാനായിരിക്കും. എന്തിനാണെന്ന് അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ അറിയാൻ പറ്റും. എന്തായാലും കാഹളത്തിന്റെ ശബ്ദം നമുക്ക് കണ്ടില്ലെന്ന് വെക്കാനാവില്ല. സിവിൽ കോടതി വിട്ട ഹൈക്കോടതി, അതും കഴിഞ്ഞാൽ സുപ്രീം കോടതി. അങ്ങനെ കോടതി വരാന്തകൾ പുത്തരിയല്ലാത്ത ഈ മനുഷ്യന്റെ ബ്രെയിൻ നിലച്ചു കാണാൻ വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ശ്രമിച്ചു നോക്കിയിട്ട് നടന്നില്ല. അപ്പൊ പിന്നെ ആ മുതല് പറയുന്നത് നമുക്ക് മുഖവിലക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ശാലിനി ഒന്ന് അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് ഒരു റിപ്പോർട്ട് ചെയ്താ. ഒരു കാര്യം ശ്രദ്ധിക്കുക, അയാൾ വെട്ടുന്ന വഴി ഒരിക്കലും ഒരു സുഗമമായ വഴിയായിരിക്കില്ല. കല്ലും മുള്ളും നിറഞ്ഞത് തന്നെയായിരിക്കും. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. കുമാരൻ തെളിയിക്കുന്ന തിരിക്ക് ഒരൽപ്പം ചൂട് കൂടുമെന്ന് മാത്രം ഓർക്കുക. ശരി സർ, ഞാൻ എന്തായാലും നോക്കാം.